ദാവീദിന്റെ കിന്നരങ്ങൾ. ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. നമസ്കാരം. നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങളുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ദാവീദിന്റെ കിന്നരങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ തന്നെ നമുക്ക് ആദ്യം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം ശ്രീ ജെറി അമൽദേവ് മാഷെ, സ്വാഗതം. ഉരുളിയാനിക്കലച്ച, സ്വാഗതം ദാവീദിന്റെ കിന്നരങ്ങളുടെ ഈ എപ്പിസോഡിലേക്ക്. മെറിൻ, സ്വാഗതം. ഇവിടെ ഗായകരെത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകാനായിട്ട് നമ്മുടെ ഗുഡ്നസ് ബാൻഡ് ഇവിടെയുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അവരെയും കൂടി വെൽക്കം ചെയ്യണ്ടേ? സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ബെഥനി സിസ്റ്റേഴ്സ് ജനറലേറ്റ് കോട്ടയത്ത് നിന്നും എത്തിയിരിക്കുന്ന ഈ സിസ്റ്റേഴ്സിന്റെ ക്വയർ ആണ് ദാവീദിന്റെ കിന്നരങ്ങളിലെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം ഈ വേദിയിലെത്തി മത്സരിക്കാൻ പോകുന്നത്. ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ. ആൻഡ് സിസ്റ്റർ, എന്തോ സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖം തന്നെ. സിസ്റ്റർ, നിങ്ങളെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരല്ലേ? ഓരോരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു മത്സരത്തിന് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനിൽ അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യോ? എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലെ വ്യക്തിത്വത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ പലവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അധ്യാപകരുണ്ട്, പിന്നെ ഞാൻ അഭിഭാഷകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് പ്രൊഫഷനേക്കാൾ ഉപരി ഞങ്ങളുടെ പേഴ്സണൽ സന്യാസ ജീവിതത്തെ, ഞങ്ങളുടെ ആ ഒരു സമർപ്പിത ജീവിതത്തെ ഇത് കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് ഈ മത്സരങ്ങൾ. കാരണം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ സാധാരണ പള്ളികളിൽ അല്ലെങ്കിൽ മഠങ്ങളിൽ പാടുന്നതിനേക്കാൾ ഉപരി കുറച്ചും കൂടെ ഒരു ഫീലാണല്ലോ പ്രധാനം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ആത്മബന്ധത്തോടെ തമ്പുരാനോടുള്ള ഒരു ഇതിൽ വളരാൻ സാധിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രൊഫഷൻ, ഇപ്പം അധ്യാപകരെന്നുള്ള നിലയിൽ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊത്തിരി അവരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ മേഖലകൾ ഇമ്പ്രൂവ് ചെയ്യാനും, പിന്നെ കുട്ടികളോടുള്ള നമ്മൾ ഒരു പാടുമ്പോൾ തന്നെ അതൊരു പ്രാർത്ഥനയല്ലേ. അപ്പോൾ കുറച്ചും കൂടെ സാധാ പാടുന്നതിനേക്കാളും കുറച്ചും കൂടെ അതിൻ്റെ എല്ലാ തലങ്ങളും ശാസ്ത്രീയ വശങ്ങളും വെച്ച് പാടുമ്പോൾ അതിൽ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പോസിറ്റീവ് വൈബ് കൂടുതലായിട്ട് ഫീൽ തീർച്ചയായിട്ടും. അത് നമുക്ക് മത്സരവേദികളിൽ മാത്രമല്ല, നമ്മുടെ സന്യാസ ഭവനങ്ങളിലാണെങ്കിലും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകകളിലൊക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. സിസ്റ്റേഴ്സ് പാടുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സിസ്റ്റേഴ്സ് കുറച്ചും കൂടെ ആ മേഖലയിലേക്ക് വരുമ്പോൾ ദൈവജനത്തിനാണെങ്കിൽ അത് കുറച്ചും കൂടെ ഉത്തേജകമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള വേറെ മത്സരങ്ങളിലൊക്കെ നിങ്ങളിൽ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വേദികളിലൊക്കെ ഞങ്ങൾ കുറവാണ്. ഇനിയും ഇതൊരു
ചാലകശക്തിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഇങ്ങനെ കുറച്ചും കൂടെ ഇനി ഈ സിസ്റ്റേഴ്സിന് വേണ്ടി വൈദികർക്ക് വേണ്ടിയൊക്കെയുള്ള സെപ്പറേറ്റ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് ഞങ്ങൾ ഈ വേദിയെ കാണുന്നത്. അതിനാണിത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഔദ്യോഗികമായിട്ട്, അതായത് പ്രൊഫഷണലി നോക്കുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ്. പിന്നെ അല്ലാതെ പള്ളികളിൽ മത്സരങ്ങൾക്കൊക്കെ ഞങ്ങൾ കുട്ടികളെ ഒരുക്കാറുണ്ട്, ഞങ്ങൾ പാടാറുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഓർഡിനേഷൻ സെറമണി വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ പ്രോഗ്രാംസിനും ചർച്ചിന്റെ പ്രോഗ്രാംസിനും ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രൊഫഷണൽ ടച്ച് വരുന്നത് വന്നപ്പോഴാണ്. ഓക്കെ, എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി, അപ്പൊ നമുക്കിനി ഇന്നത്തെ ഇതിലേക്ക് വരാം. ഇന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത് ഏത് പാട്ട് പാടാനാണ്? ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾ തയ്യാറായി വന്നിരിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപുള്ള ഒരു പാട്ടാണ്. ഞങ്ങളുടെ ആരാധനാക്രമത്തിലെ തന്നെ ഗാനമാണ്. അതിൽ കുക്കിലിയോൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കുക്കിലിയോൻ എന്ന് പറയുന്നത് ചെറു മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അപ്പം അതിനു പകരമായിട്ട് പാടാൻ പറ്റുന്ന ഒരു ഗാനമാണ് ഇന്ന് ഞങ്ങൾ പാടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളും ഈ പണ്ട് മുതലേ പഠിച്ച് ഞങ്ങൾ പണ്ട് മുതൽ തന്നെ പള്ളികളിൽ പാടുന്നതാണ്, ഉപയോഗിക്കുന്ന പാട്ടാണ്. പിന്നെ കുറച്ചും കൂടി അതിനൊരു ശാസ്ത്രീയമായിട്ട് പഠിച്ചു എന്നുള്ളതാണ് മാത്രം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ സഭയിലുള്ള ഈ ഒരു ഗാനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അത്രയും അതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമായിരിക്കില്ല ഒരു പക്ഷേ, അല്ലേ? അപ്പോൾ നമ്മൾ മിക്കവർക്കും പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഗാനമായിരിക്കാം ഇത്. എന്തായാലും നമുക്ക് ഇവർ പാടാൻ പോകുന്ന ഈ ഒരു ഗാനം ഇനി ശരിക്കും ഒന്ന് ആസ്വദിക്കാം. നന്നായിട്ട് പാടാൻ ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ സിസ്റ്ററെ, എന്തോ നിങ്ങൾ എപ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ശരിക്കും പഠിച്ച് തറവാക്കി അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ സിംഗിങ്ങിൽ എപ്പോഴും കാണാറുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും മുഖത്തു നിന്ന് തന്നെ നമുക്ക് ശരിക്കും അത് റീഡ് ചെയ്യാം.
ഇനി ജഡ്ജസിന് എന്താ ഇപ്പൊ നിങ്ങൾ പാടിനകത്ത് വല്ല തെറ്റും കുറവുകളൊക്കെ ഉണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും. മെറിൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബേത്തനി സിസ്റ്റേഴ്സ് നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ കാഴ്ചവെച്ചത്. ആ ഒരു ഗ്രൂപ്പ് എഫക്റ്റ് അല്ലേ, എല്ലാവരും കൂടി പാടുന്ന ആ ഒരു എഫക്റ്റ് നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ശ്രദ്ധിക്കണം എന്ന് തോന്നിയ ചില പ്ലേസസ് എന്ന് പറയണത് ഈ എൻഡ് ചെയ്യുന്നില്ലേ, ചില്ലക്ഷരങ്ങൾ ആം, അതൊക്കെ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായനെ. പിന്നെ പ്രൊനൗൺസ് ചെയ്യുന്നില്ലേ, ലിറിക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി വന്നേനെ. കാരണം നമ്മൾ ഒരാൾ പാടുന്ന പോലെയല്ല, ഒരാളാവുമ്പം നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റും. ഇത്രയും പേര് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു 15 പേരില്ലേ അല്ലേ, 15 പേര് പാടുമ്പോൾ എല്ലാവരുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വായുടെ മൗത്ത് പൊസിഷനിങ് ഒക്കെ ഇല്ല, ഒരു വേർഡ് പറയുമ്പോഴുള്ള ആ പൊസിഷനിങ് ഒക്കെ കുറച്ചും കൂടിയും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലിറിക്കിൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ഹെഡ്സെറ്റിൽ കിട്ടും. അത് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അതർവൈസ് എപ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്ന പോലെ തന്നെ പാടിയിട്ടുണ്ട്. വെരി ഗുഡ് സിംഗിങ്. താങ്ക് യു. അച്ഛാ, ഇതും നിങ്ങളുടെ ലിറ്ററേച്ചറിയിലെ ഒരു പാട്ടാണോ? അതെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപുള്ള ഗാനമാണ്. അതായത് കുക്കിലിയോന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കുക്കിലിയോൻ എന്ന് പറയും. കുക്കിലിയോൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ള ചെറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അപ്പം അതിന് പകരമായിട്ട്, അതായത് പരിശുദ്ധ ദൈവമാതാവിനോടുള്ളതുണ്ട്, പരിശുദ്ധന്മാരോടുള്ളതുണ്ട്, പിന്നെ വാങ്ങിപ്പോയ, അതായത് മരിച്ചുപോയ ഇവർക്ക് വേണ്ടി ഓർത്തുള്ള കുക്കിലിയോനുകളുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ചൊല്ലുന്ന പാട്ടാണ് കുക്കിലിയോൻ. പലതുണ്ടല്ലേ കുക്കിലിയോൻ? അതെ, ഓരോ അവസരത്തിനനുസരിച്ച്. അതെ, പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് നമ്മൾ പാടുന്ന പാട്ട്. അതെ, കുർബാന ചെയ്യുന്ന സമയത്ത് അതും പാട്ട് രൂപത്തിൽ തന്നെയാണ് കുക്കിലിയോനുകൾ പാടുന്നത്. കഴിഞ്ഞ പാട്ട് സമയത്ത് ചോദിക്കാൻ പറഞ്ഞത് പുതിയ സിംഗേഴ്സ് ആയിരുന്നു വന്നേ കൂടെ നമ്മൾ ആരൊക്കെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം പാടിയതിൽ 2 തൽക്കാല വ്രതസ്ഥരുണ്ടായിരുന്നു. അവർ ഈ പ്രാവശ്യം നിത്യവ്രതസ്ഥരായി. പിന്നെ പുതുമുഖങ്ങളുണ്ട്. തൽക്കാല വ്രതസ്ഥരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അവർ ഇപ്രാവശ്യം 2 പേരും നിത്യവ്രതം ചെയ്തു. അവര് ഇപ്പോഴുണ്ട്. പിന്നെ പുതുമുഖങ്ങളുണ്ട് ഇതിനകത്ത്. ആരാ നിത്യവ്രതം ചെയ്തവര്? അഭിനന്ദനങ്ങൾ കേട്ടോ. കൺഗ്രാജുലേഷൻസ്. നിങ്ങളെന്നാ നിത്യവ്രതം ചെയ്യുന്ന ഈ വെള്ള അവരുടെ സമയം എപ്പോഴാണ്? അവരിപ്പോൾ അതിന്റെ പരിശീലനത്തിലാണ് 2 പേര്. അടുത്ത റൗണ്ട് വരുമ്പോൾ അവര് നിത്യവ്രതം ചെയ്യും. അതെ അതെ, അടുത്ത റൗണ്ട് വരുമ്പോൾ ചെയ്യും. നന്നായി പാടി കേട്ടോ, നന്നായി പാടി. അങ്ങനെ തെറ്റുകളൊന്നും പറയാനില്ല. ഉച്ചാരണം പ്രത്യേകിച്ച് താതന്മാർ, നേതാക്കന്മാർ, മാതാക്കൾ, ഭ്രാതാക്കന്മാർ, ഇതൊക്കെ നല്ല ചിട്ട പോലെ നിങ്ങൾ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഔന്നത്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓർമ്മയ്ക്ക് ഔന്നത്യം, ഔന്നത്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റെല്ലാം നന്നായിട്ട് സിസ്റ്റേഴ്സ്. നിങ്ങളുടെ ആ കൾച്ചർ നിങ്ങളത് വീണ്ടും ഈ പാട്ടിലൂടെ കൊണ്ടുവന്നു. താങ്ക് യു. താങ്ക് യു ഫാദർ. ജർമാഷെ, നല്ല ഒരു ഒറിജിനൽ കോമ്പോസിഷൻ. എന്നെ ആകർഷിച്ചത് ഇതിൻ്റെ കണ്ടൻറ്റാണ്. നമ്മുടെ ഇപ്പോഴത്തെ പാട്ടുകൾക്കില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഞാനിതിൽ കാണുന്നത്. മിശിഹ രാജോത്ഥാനത്താൽ നേടിടേണം പുണ്യം നാം, സ്ലീബായാൽ രക്ഷിച്ചോനാം ദൈവസുത നീ പരിശുദ്ധൻ. അപ്പോൾ ഓരോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്താണ് പറയുന്നത്. മാതാ കാദീശന്മാരും വിശ്വാസം പാലിച്ചവരായി ഭൂവാസം കൈവിട്ടോർക്കും ഓർമ്മയ്ക്ക് ഔന്നത്യം ചേർത്തോൻ പരിശുദ്ധൻ നീ. സോ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദാറ്റ്. Who wrote this? Do you know, sister? ഇത് കുക്കിലിയോനുകളാണ്, സഭാപിതാക്കന്മാർ. അതായത് നമുക്ക് മാർ ബാലായി ഉണ്ട്, യാക്കോബ്, ഇവരെല്ലാം തന്നെ ഇതെല്ലാം അന്ത്യോക്യൻ സഭാപിതാക്കന്മാരാണ് ഇവരെല്ലാം. മാർ യാക്കോബ്, മാർ ബാലായി, മാർ അപ്രേം. യാക്കോബ്, ബാലായി. ഈ ബാലായി ഇവരൊക്കെ എവിടെയായിരുന്നു? അവരൊക്കെ അന്ത്യോക്യൻ സഭാപിതാക്കന്മാർ. അതെ അതെ, സിറിയ. ഓക്കെ. ബാലായി, അപ്രേം. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അപ്രേമം മാത്രമേ അറിവുള്ളൂ. അപ്പോൾ ഇവർ കണ്ടംപററീസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ശേഷം വേറൊരാളെ അറിയാം? ഏകദേശം ഒക്കെ ഒരേ സമയത്ത്. ഓക്കെ, കണ്ടംപററീസ്. വെരി നൈസ്. സോ
എനിക്ക് എൻ്റെ അത് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാട്ട് എഴുതുന്ന ആളുകൾ ഇവരെയൊക്കെ ഈ പിതാക്കന്മാരെന്താ എഴുതിയിരിക്കുന്നതെന്നൊന്ന് പഠിച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ വെറുതെ മെഴുകുതിരി കത്തുന്നു, ഉരുകുന്നു, ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നു, മണിയടിക്കുന്നു, കുന്തിരിക്കമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ വായിച്ചാൽ അവർക്ക് എന്തെങ്കിലും ബോധം കിട്ടും. സോ കൺഗ്രാറ്റുലേഷൻസ് സിസ്റ്റേഴ്സ്. ആൻഡ് എനിക്കൊരു സംശയം, ഈ 6/8 ഇതെങ്ങനെ വന്നു? ഇത് ഒരു സുറിയാനി വൃത്തമാകാൻ വഴിയില്ല. വേറെ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്തതായിട്ട് സിസ്റ്റേഷന് അറിയാമോ? സുറിയാനിയിൽ ഇതിന് വേറെയാണ്, ഇത് പല നിറങ്ങളുണ്ടല്ലോ. അതെ അതെ. അപ്പം അതിൽ സുറിയാനിയിൽ വേറൊരു ട്യൂണാണ് വരുന്നത്. ഇത് മലയാളം ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അതെങ്ങനെയാ സുറിയാനി ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? I got it. So it is not 6/8 അല്ല ഒറിജിനൽ. അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ പറയുന്നത്, തക്കത്തെ മീതി ഏതാണ്? അപ്പോൾ ഇത് ആരോ ഇന്ത്യനൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. സോ ഒറിജിനൽ എടുത്തൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സിസ്റ്റേഴ്സ്, വെൽ ഡൺ. താങ്ക് യു മാഷേ. അപ്പം നമുക്കിനി മാർക്ക് നോക്കാം അല്ലേ? മെറിൻ, എത്ര മാർക്കാണ് മെറിൻ ഇവർക്ക് കൊടുക്കുന്നത്? 9 marks. അച്ഛാ 9 marks again. ഇനി മാഷിന്റെ നോക്കട്ടെ. മാഷേ 9 marks again. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 27 marks ആണ് 30-ല്. കൺഗ്രാറ്റുലേഷൻസ്. എപ്പോഴും ഈ സിസ്റ്റേഴ്സ് വരുമ്പോൾ ഇവിടുന്ന് കൊട്ട നിറയെ മാർക്കും കൊണ്ടാണ് പോണത്. ഒരുപാട് സന്തോഷമുണ്ട് സിസ്റ്റർ. അപ്പം നിങ്ങളാണ് ഇനി അടുത്ത കണ്ടസ്റ്റൻസ് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ലെവലിലായിരിക്കും ഇനി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അതിനെക്കാട്ടിലും മേളിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അതിന് ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും ഭംഗം വരുത്താതെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. കാണാം കേട്ടോ. തീർച്ചയായിട്ടും താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ലൂർദ് മാതാ ചർച്ച് മാമൂട് ചങ്ങനാശ്ശേരിയിൽ നിന്നും എത്തിയിരിക്കുന്ന ഗായക സംഘമാണ് ഇനി മത്സരിക്കാനായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത്. വരും. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ടെസ്റ്റ് ചേച്ചി, മാമൂടുകാരുടെ അഭിമാനമാണ് നിങ്ങൾ എല്ലാവരും അല്ലെ? ചങ്ങനാശ്ശേരിയിൽ അറിയപ്പെടുന്ന നല്ലൊരു ക്വയറാണ് മാമൂട് ചേർച്ച് അല്ലെ? ലൂർദ് മാതാ ചേർച്ചിലെ ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ അത്യാവശ്യം അവിടെ ഇടവകയിൽ എല്ലാവരുടെയും അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യോ? നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോയി ക്വയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഞങ്ങളെ ഇടവകയിൽ തന്നെയല്ല, അതിരൂപതയിൽ പ്രോഗ്രാം ഉള്ളപ്പോൾ ഞങ്ങളുടെ ക്ഷണിക്കാറുണ്ടോ? ഓക്കെ. അപ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണോ ഇപ്പൊ പെർഫോം ചെയ്യാൻ പോകുന്നത്? അതെ അതെ. ഓക്കെ. അന്നേരം അങ്ങനെ പോകുമ്പം എങ്ങനെയാ നിങ്ങൾ ഇപ്പൊ ഈ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ചെയ്ത പോലത്തെ സെയിം രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക? സെയിം ആണോ എല്ലാം? നിങ്ങൾ അതൊരു കോമ്പറ്റീഷൻ അല്ല, എന്നിരുന്നാൽ പോലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ അതിലേക്ക് സെലക്ട് ചെയ്യുന്ന ഗാനങ്ങളൊക്കെ ആരായിരിക്കും? ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്നിട്ട് കംഫർട്ട് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ മത്സരവേദിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് പാട്ട് സെലക്ട് ചെയ്യുക, പാട്ട് സെലക്ട് ചെയ്യും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞ ചില പാട്ടുകളൊക്കെ ലിറ്റർജിക്കൽ എറർ ആണെന്ന്. അപ്പം പിന്നെ ഞങ്ങള് ഇതറിയാവുന്ന അച്ഛന്മാരുടെ കൊടുത്തിട്ട് അത് നോക്കിപ്പിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള പാട്ട്. നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും നിങ്ങൾ ട്രെയിനിങ്ങിന് വെച്ചിട്ടുണ്ടോ? ഇല്ല, വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ പാട്ട് പഠിക്കുന്നതൊക്കെ വെറുതെ ഇങ്ങനെ ഓഡിയോ കേട്ട് ഇങ്ങനെ പഠിക്കാന്നുള്ളതാണോ? അതെ. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് അച്ഛന്മാരുണ്ട്. അത് ഞങ്ങളോട് ഇവിടെ പാടാൻ വന്ന അച്ഛനെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ വരാറുണ്ട്, സഹായം തരാറുണ്ട്. ഓക്കെ. അപ്പൊ ആ അച്ഛന് ഇടയ്ക്ക് ഒന്ന് വന്നിരുന്നു രണ്ടാമത്തെ റൗണ്ടിൽ, എന്തോ മൂന്നാമത്തെ റൗണ്ടിൽ ഞങ്ങൾ പാടാൻ പോകുന്ന പാട്ട് അച്ഛൻ ചെയ്ത മ്യൂസിക് ആണ്. അപ്പൊ എന്തുകൊണ്ട് അച്ഛൻ വന്നില്ല? അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മാറിപ്പോയി.
അപ്പൊ പിന്നെ വരാൻ പറ്റില്ല എന്നുണ്ടല്ലേ? അത് വേറൊരു പള്ളിയിൽ നിന്ന് വരാൻ പറ്റില്ലല്ലോ. ഓ, അതുകൊണ്ടാ. പക്ഷെ അച്ഛന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അതേപോലെ ഹെൽപ്പും എല്ലാം നിങ്ങൾക്കുണ്ട്. ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ അച്ഛൻ വരുന്നുണ്ട്. ഇപ്പോഴും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഓ, അപ്പൊ നിങ്ങൾ കയറാൻ പോവാണെന്ന് പറഞ്ഞു. അതെ. ഏതാണ് അച്ഛൻ ഈണം പകർന്ന ഗാനം? ഇത് സുറിയാനി പാട്ടാണ്. ഹൂദ്ര എന്ന പൗരസ്ത്യ സുറിയാനി പ്രാർത്ഥന ഗ്രന്ഥത്തിന്റെ കലവറയിൽ നിന്ന്, മീൻസ് ആദ്യം എടുത്ത പരിശുദ്ധ അമ്മയുടെ, നമ്മുടെ തിരുസഭ പരിശുദ്ധ അമ്മയെ സ്തുതിക്കുന്ന ഒരു സ്തുതിഗീതം, അതായത് മാതാവിൻ്റെ ജന്മദിനത്തോട് ചേർന്നുള്ള ഒരു സ്തുതിഗീതമാണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അന്ന് ഞങ്ങളോട് പാടിയ കൊച്ചച്ഛൻ ഫാദർ ജോസഫ് വേളങ്ങാണ്ടുശ്ശേരി പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പാട്ട് നിങ്ങൾ അച്ഛൻ നിങ്ങളുടെ ഇടവകയിൽ വന്നപ്പോൾ പഠിച്ചതാണോ? അല്ലല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു സുറിയാനി പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ പാട്ട് ഞങ്ങൾക്ക് കുറേ പാട്ടുകൾ തന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇതായിരുന്നു, പാട്ടിതായിരുന്നു. അപ്പൊ അതങ്ങനെ എടുത്തു പഠിച്ചു. അച്ഛൻ്റെ ഈ പാട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. വേറെ സുറിയാനി പാട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു. അതെ, അച്ഛൻ്റെ പാട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി ഇവർക്ക് ഇഷ്ടപ്പെട്ട ആ ഗാനം ഏതാണെന്ന് നമുക്ക് ഇനി നോക്കാം. നന്നായിട്ട് പാടുന്ന എല്ലാവരും. ശരി, നമുക്ക് പാട്ടിന് ശേഷം കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ മറിയം തൂവാലിസാ കന്ദീസത് മറിയാ കാവയിലെ നാത്രേ കുർസ്യാ മറിയം വസുൽത്ത കന്ദീസ്താ സൽമി ഹാമേ സക്കർ ബുൽ ഭൂമി മറിയം വസുൽത്ത കന്ദീസ്താ അബ്ബീസ്ലുമാരാ ബെരിയാസാ ചേച്ചി, എന്തോ നിങ്ങൾ ഈ പാടിയ പാട്ടിന്റെ ഈണം ഞാൻ ഇങ്ങനെ ആസ്വദിച്ചു. എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ കഷ്ടപ്പെടും, ഓരോ വാക്കിൻ്റെ ഒന്നിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അത് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അവർ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ബാക്കി ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. ചോദിക്കാം ഞാൻ. ആയിക്കോട്ടെ. അച്ഛാ, ഒരു പുതിയ അറ്റംപ്റ്റ് ആയിരുന്നല്ലേ? ഞങ്ങൾ സുറിയാനി വിസ്തു കുർബാനയിൽ ഞങ്ങൾ പാടാറുള്ളതാണ് ഈ പാട്ടിൽ. ഇത് മാതാവിൻ്റെയാണ്. മറ്റേ കാഴ്ചവെപ്പ് സ്വർഗസ്നായ പിതാവ്. ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് എവിടെയാണ്? ഹൂദ്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്താണ്. പുസ്തകത്തിന്റെ പേരാണ് ഹൂദ്ര, പൗരസ്ത്യ സുറിയാനി
പ്രാർത്ഥനകളുടെ കലവറ എന്നാണ് ഹോദിര അറിയപ്പെടുന്നത്. അതിൽ നിന്നൊരു പാട്ടെടുത്ത് കൊച്ചൻ ചെയ്തു അല്ലേ? അതിൽ നിന്നൊരു പാട്ടെടുത്ത് മ്യൂസിക് ചെയ്ത് അതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അതിൽ നിന്നെടുത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സമ്മതിച്ചു തരുന്നു ഇത് നന്നായിട്ട് ഉച്ചാരണമൊക്കെ കറക്റ്റായിട്ട് പാടുന്നുണ്ടായിരുന്നു, ഒട്ടും തെറ്റാതെ. അതിന് നല്ല അഭിനന്ദനങ്ങൾ കേട്ടോ. താങ്ക് യു. നമ്മുടെ പഴയ ട്രഡീഷനാണല്ലോ, നമ്മുടെ എന്താണ് സുറിയാനി ട്രഡീഷനാണ് നമ്മുടെ അല്ലേ? അതെ അതെ. അപ്പോൾ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ആ ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഒത്തിരി പള്ളികളിൽ ഉപയോഗിച്ചു തുടങ്ങി. ഞങ്ങൾ ഫുൾ കുർബാന സുറിയാനി ഉപയോഗിക്കാറുണ്ട്. ഞാൻ സുറിയാനി പഠിച്ചിട്ടില്ല. എനിക്ക് 1 മാസം പഠിക്കാനുള്ള സെമിനാരി പഠിക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് മാറിപ്പോയി. സുറിയാനി പഠനം നിന്നുപോയി, അതാ പറ്റിപ്പോയത്. അല്ല എനിക്കിഷ്ടമായിരുന്നു പഠിക്കാനായിട്ട്. കന്തീശാലാഹ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നുണ്ട്. ഹാർമോണി നന്നായിരുന്നു എഴുതിയിടുന്നത്. ദ കൊല്ലഹോൻ കേട്ടോ. അദ്ദ കൊല്ലഹോൻ വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്താണ് കേട്ടോ. ദ കൊല്ലഹോൻ ചാടി വരുന്നത്. അതിൻ്റെ ഒരു മെയിൽ കൗണ്ടർ പാടിയില്ലായിരുന്നു. മെയിൽ പാടുമ്പോൾ ഒരു പാടിയില്ലേ, അതൊന്ന് പാടാമോ? ആ മെലഡി തന്നെയാണ് പാടുന്നത് അല്ലേ? മെലഡി തന്നെ ഹമ്മിങ് പാടുന്നു. പിന്നെ എനിക്ക് സംശയം, ആരാ നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ കുർബാനയ്ക്ക്? നിങ്ങൾ ഇത് സുറിയാനി പാടുന്നു എന്ന് പറഞ്ഞു, ആരെങ്കിലും ട്രെയിനിങ് തരണ്ടേ? ഞങ്ങളുടെ അതിരൂപത സന്ദേശ നിലയം ഇറക്കിയ തന്നെ ഞങ്ങളുടെ വെള്ളാനിക്കലച്ചൻ്റെ പാട്ടുകളാണ് ഞങ്ങൾ പാടുന്നത്. അഭിനന്ദനങ്ങൾ കേട്ടോ. ഇതൊരു ഒരു പുതിയ സ്റ്റെപ്പാണ് നമ്മുടെ പള്ളികളിലൊക്കെ. കിട്ടിയാലും സാറില്ല. താങ്ക് യു ഫാദർ. മെറിൻ? ലൂർദ് മാർത്ത ചർച്ച് കൊയർ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇതുവരെ എനിക്ക് തോന്നുന്നു സിസ്റ്റേഴ്സ് പാടിയിട്ടുണ്ട് സുറിയാനി പാട്ടുകൾ. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു പള്ളി കൊയർ വന്ന് പാടുന്ന ഫസ്റ്റ് സുറിയാനി സോങ് ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്നല്ലേ രമ്യ ചേച്ചി? അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ? എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു സ്റ്റെപ്പാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു മാതൃക ആവട്ടെ കുറേ പേർക്കെന്ന് ആശംസിക്കുന്നു. എനിക്ക് എൻ്റെ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻസും ഈ ലാംഗ്വേജിനെ പറ്റിയിട്ടും പറഞ്ഞു തരുന്നത്? ആരായിരിക്കും പള്ളിയിൽ? ഇത് ഞങ്ങൾക്ക് അച്ഛൻ തന്നെ തന്നാണ്. ലിറിക്സ് എല്ലാം അച്ഛൻ തന്നെയാണ് തന്നെ, മലയാളവും സുറിയാനിയും. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു തരും അല്ലേ അതിൻ്റെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഓരോ വാക്കിനെ? അതെ, അച്ഛന് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് അച്ഛന് കൊടുക്കും. അതിൽ നിന്നുള്ള കറക്ഷൻസ് ഒക്കെ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഓക്കെ ശരി. അത് നല്ലൊരു കാര്യം. പിന്നെ സുറിയാനി സോങ്സിൽ ഇങ്ങനെ ഹാർമണീസ് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കേൾക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കേട്ടപ്പോൾ നല്ല സുഖമായിട്ട് തോന്നി. ഞാനത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കത് ഒത്തിരി സന്തോഷമായി അത് കേട്ടപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് എഫക്റ്റ്, അതായത് നിങ്ങൾ എല്ലാവരും കൂടി പാടുമ്പോഴത്തെ ആ ഒരു റിച്ച്നെസ് ഭയങ്കര നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഗ്രേറ്റ് അറ്റംപ്റ്റ് നല്ലതായിരുന്നു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാഷേ, നിങ്ങൾ നന്നായിട്ട് പാടി. യു ആർ സിംഗിങ് സംതിങ് ഇൻ സിറിയക് ലാംഗ്വേജ് ആൻഡ് ദാറ്റ് ട്യൂൺ ഓൾസോ ഈസ് I can't say this particular tune is very Syriac. ഇതാരോ ഉണ്ടാക്കിയ ഒരു ട്യൂണാണ് അടുത്ത കാലത്ത്. പണ്ടത്തെ ഒരു സുറിയാനി പാട്ടായിട്ട് തോന്നുന്നുണ്ടോ സിസ്റ്റർ? സുറിയാനി തൂയൈ ട്യൂണാണല്ലോ. ഇതൊരു തൂയൈ പാട്ടിന്റെ ഇത് തന്നെയാണെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ്? അല്ല, തൂയയിൽ നിന്ന് എടുത്താന്നാ പറഞ്ഞത്. Yes, maybe, I don't know. So this is a very serious question. ഇപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ നിങ്ങൾ ഗ്രീക്ക് സഭയുടെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ? ഇല്ല. നിങ്ങളൊന്ന് കേൾക്കണം. ബിക്കോസ് അതൊരു ഓറിയൻ്റൽ ചേർച്ചാണ്. ഇപ്പോൾ ഗ്രീക്ക് സഭയിൽ ഈ ലിറ്റർജിക്കൽ മ്യൂസിക് കേട്ടാൽ അവരൊരു തരം ഹാർമണി ഉപയോഗിക്കുന്നുണ്ട്. ഒരു തരം, അത് വെസ്റ്റേൺ മ്യൂസിക്കുമായിട്ട് ബന്ധമില്ലാത്തൊരു ഹാർമണി. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ക്വാളിറ്റി, ഒരു ടേസ്റ്റ്, മ്യൂസിക്കൽ വ്യത്യസ്തത അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഈ സുറിയാനി പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് പാടുമ്പോൾ എനിക്കിത് സുറിയാനി പാട്ടായിട്ടേ തോന്നുന്നില്ല. എന്നാൽ കേൾക്കാൻ രസമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ
it is sounding very much like a modern song. Dani, 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 something like that. So I think you people should take note of this, that is how to harmonize a Syrian tune. അല്ലെ സിറിയാനി പാട്ടുകൾ എങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം, വോയിസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത്. വെരി ഈസി ഫോർ പ്രിൻസിന് 4-5 കോഡിൽ ഇതങ്ങ് ഒതുക്കാം, അത് പ്രശ്നമല്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്ലീസ് ഫൈൻഡ് ഔട്ട്, ഞാനീ പറയുന്നതിൽ വല്ല മണ്ടത്തരം ഉണ്ടോ ഇല്ലയോ ഒന്ന് കണ്ടുപിടിക്കുക. താങ്ക് യു. താങ്ക് യു മാഷേ. അപ്പം നമുക്കിനി മാർക്കിലേക്ക് കിടക്കാം അല്ലേ? അച്ഛാ, എത്ര മാർക്കാണ് അച്ഛാ ചങ്ങനാശ്ശേരിക്ക്? പേടിച്ച് നിൽക്കായിരുന്നു എത്ര മാർക്കായിരിക്കും കിട്ടുക ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോ തീരെ കുറഞ്ഞു പോവോന്ന് ആലോചിച്ച്. മാഷേ 8.5 മാർക്സ്. ഇനി മെറിന് എത്ര മാർക്കാന്ന് അറിഞ്ഞ നോക്കട്ടെ. മെറിൻ 9 മാർക്സ് again. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗാനത്തിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 26.5 മാർക്സ് ആണ് 30-ല്. കൺഗ്രാറ്റുലേഷൻ. നല്ല മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷമായല്ലോ? ശരിക്കും ഒന്ന് റിലീവ്ഡ് ആയി എന്ന് പറയാം അല്ലേ? അപ്പൊ എന്തായാലും നല്ല ഒരു, ഞങ്ങൾ കേൾക്കാത്ത രീതിയിലുള്ള നല്ലൊരു പാട്ടുമായിട്ട് വന്നു. പുതിയതായിട്ട് ഞങ്ങൾക്ക് പാടിത്തന്നു, ഞങ്ങളത് ആസ്വദിച്ചു. പിന്നെ അവർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇനി ഒന്ന് ശ്രദ്ധിക്കുക മാത്രം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു. ബൈ. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ മൂന്നാമത് മത്സരിക്കാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ചേലാട് നിന്നും എത്തിയിരിക്കുന്ന ക്വയറാണ്. സെയിന്റ് സ്റ്റീഫൻസ് ബെസാനിയ വലിയ പള്ളി ചർച്ച് ക്വയർ. ഒരുപാട് സ്നേഹത്തോടെ നന്നായിട്ട് പാടുന്ന ഒരു ടീമാണ് ഇവര്. നമുക്ക് ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ബിജുവേട്ടാ, എന്തോ നല്ല ഭംഗിയായിട്ട് എല്ലാരും ഡ്രസ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടല്ലോ. മാതാവിന്റെ ഗാനമാണോ, അങ്ങനെ വല്ലതും ഉണ്ടോ? മാതാവിൻ്റെ ഞങ്ങൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഗീതമാണ്. അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഗീതമാണ്. അതായത് മാതാവിൻ്റെയും അതുപോലെ വിശുദ്ധന്മാരുടെയും ഓർമ്മ ദിവസം മാത്രമേ ഈ ഗീതം പാടാറുള്ളൂ. അങ്ങനെ പാടുന്ന ഒരു ഗീതമാണ്. ആഹാ. ഇന്നത്തെ ഈ പാട്ടിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണ്? എന്തുകൊണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്തു? അത് അവർ ചോയ്സ് റൗണ്ട് ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അതിൽ ഞങ്ങളുടെ ആരാധനയുടെ ഒരു ഗീതം പാടണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ റൗണ്ട് അവർ ചോയ്സ് റൗണ്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു ഗാനം തിരഞ്ഞെടുത്തു. ഓക്കെ. അപ്പം നിങ്ങളുടെ ആരാധനയുടെ ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളോ? അല്ല, ഒരുപാട് ഗീതങ്ങളുണ്ട്. അതിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഇത് നിങ്ങൾ വർഷങ്ങളായിട്ട് പാടുന്ന പാട്ടായതുകൊണ്ടാണോ? അല്ല, വളരെ റെയർ ആയിട്ടൊരു ഗാനമാണ്, എല്ലാവരും ഉപയോഗിക്കാറില്ല. ഇതിന് പകരം വേറെ പാട്ടുകളുണ്ട്, അതൊക്കെയാണ് പാടാറുള്ളൂ. ഓ ശരി. അപ്പൊ നിങ്ങൾ ഇത് എപ്പോ പഠിച്ചെടുത്തു? ഞങ്ങൾ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിച്ചെടുത്തു. അപ്പൊ നിങ്ങൾ ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ആയി അറിഞ്ഞപ്പോ നിങ്ങൾ പഠിച്ചെടുത്തതാണ്. അപ്പൊ ഏകദേശം എത്ര നാളുണ്ടായിരുന്നു ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഒരു 2 മാസം. ഓ, അതിനുള്ളിൽ പഠിച്ചെടുത്തു അല്ലേ? അപ്പൊ ഇത് സെലക്ട് ചെയ്തതൊക്കെ അറബിച്ചേട്ടൻ തന്നെയാണോ ഈ പാട്ട്? ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടും, എല്ലാവരുടെ അഭിപ്രായം വരും. ഓക്കെ, ഒരുമിച്ചൊരു എടുത്തു. എന്നിട്ട് പഠിച്ചതോ? ഒരുമിച്ചിരുന്ന് പഠിക്കും, അല്ലാതെ വേറൊരാള് വന്ന് പഠിപ്പിച്ചു തന്നു? ഇതിന്റെ ടെക്സ്റ്റ് പുസ്തകങ്ങളുണ്ട്, പിന്നെ അതേപോലെ പാടിത്തരാനുള്ള ആളുകളുണ്ട്, അതൊക്കെ കേട്ട് പഠിക്കും. നിങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ ഉള്ളവരാണ് അല്ലേ? അപ്പൊ അവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇന്നിപ്പോ പഠിച്ചിവിടെ വന്ന് നിൽക്കുന്നത്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് പാടുമല്ലോ? ശ്രമിക്കും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ബീച്ചേട്ടനും ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനും ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് നമ്മളെ കേൾപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ പാടാൻ പറ്റേണ്ടത് നമുക്ക് ആശംസിക്കാം. ഓൾ ദി ബെസ്റ്റ്. ദാവീദിന്റെ കിന്നരങ്ങൾ, Sedumal ko
Shivamora Aloha Nisabamuso Navashosa Haimonuso Kashero Shivaya Yajarindra Vareta Niduga Punyam Nammalka Satyavalam Vishwasata Hallelujah. Nimatula Chavayori Yabrad Fartan Vesaline Vikurukan Naudiro Shubholo Paran Devan Hallelujah. Shivayayi Vinduru Sudare Yojanayayi Kirti Yogana Yakshagadanyan Stotram De Nitrabanangalilaganav Hallelujah. Kadish Kadish Kadisha Muriyam Raimo Vadhiro Gaurabhadukaro Yodete Padkadeshe Anide Hallelujah. Shubham 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 Ni Unnadane Samprabhakarane Jani Siddhan Marmadatan Ormaya Behumani Pore Hallelujah. ഇതായാലേ നേരത്തെ ബീച്ചേട്ടൻ സൂചിപ്പിച്ചത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണെന്ന്. സുറിയാനിയും മലയാളവും മിക്സ് ചെയ്ത് വരുന്ന ഒരു പാട്ട്. ഇന്നത്തെ എപ്പിസോഡിന് ഒരു ഭയങ്കര പ്രത്യേകതയാണല്ലോ. ഇന്ന് കേൾക്കുന്നതെല്ലാം ഈ ഒരു സുറിയാനി സോങ്സ് ആയിരുന്നു. നേരത്തെ തൊട്ട് മുന്നേ വന്നു പോയ രണ്ട് ടീമുകളും ഇങ്ങനെ തന്നെയായിരുന്നു പാടിയത്. ഇപ്പോഴത്തെ നിങ്ങൾ അതിൽ മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ട് വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗാനം? ഈ പാട്ട് നമ്മുടെ പള്ളിയിൽ പാടുന്നതാണല്ലേ? എല്ലാ ശുശ്രൂഷയ്ക്കും പാടുന്നില്ല, ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ. എങ്ങനെയാണോ പാടുന്നത്? സുറിയാനി കഴിഞ്ഞ് മലയാളം, അങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ? അല്ല, സ്ട്രക്ചർ അങ്ങനെയല്ല. അപ്പം നമുക്ക് അതിൻ്റെ മീനിങ് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ പാടിയ സുറിയാനിയുടെ മലയാളം അല്ലേ കിടക്കുന്നത്? അതെ അതെ. കർത്താവ് ഈശോ അതിൻ്റെ അന്ന് മുകളിൽ കിടക്കുന്നത്. അതെ അതെ. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ലേ? അതെ അതെ. ഇതെവിടെ നിന്ന് വന്നത്? ഇതിൻ്റെ ആരംഭം അറിയാമോ? ഇതിൻ്റെ ഒരു ട്രഡീഷൻ എവിടെ നിന്നാണ്? എൻ്റെ സോഴ്സ് ഓഫ്
അങ്ങനെ മാർ അപ്രേമിൻ്റെ കുറേ ട്രഡീഷണൽ ആയിട്ട് വരുന്നതല്ലേ പള്ളി പാടിക്കൊണ്ടിരിക്കുന്നത്. നന്നായി പാടി കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ബൈഹാർട്ട് അത് എന്ത് രസമായിട്ട് പാടുന്ന അറിയാമോ. ഞാൻ അവരെ നോക്കിയിരിക്കുകയായിരുന്നു, ഒരു സംശയം അവർക്കില്ല. നിങ്ങളിടയ്ക്ക് അതിന് അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അവർ ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരുന്നത്. ബ്യൂട്ടിഫുൾ, നല്ല പാട്ട്. കൊച്ചയുടെ മനസ്സ് നല്ലതല്ലേ. നിങ്ങളുടെ സൗന്ദര്യമാണ് കുഞ്ഞുങ്ങൾ. ഓക്കെ, എനിക്ക് അങ്ങനെ തെറ്റുകളൊന്നും പറയാൻ ഇല്ല. ലാസ്റ്റ് എൻ്റെ വേണമെങ്കിൽ ഹല്ലേലൂയ കുറച്ചുകൂടെ ഭംഗിയാക്കായിരുന്നു. അതൊന്ന് നമുക്ക് പാടാം. ലാസ്റ്റ് ഒന്ന് പാടി. ശുദ്ധൻ ശുദ്ധൻ നീ ഉന്നതനേ സംപ്രഭകരനേ ജനനീ സിദ്ധൻ മാർമൃതൻ ഓർമ്മയെ ബഹുമാനി പോലെ അത്രയുണ്ട്. ഇപ്പോഴും വന്നില്ല. മനസ്സിലായിരുന്നോ? മനസ്സിലായി. അങ്ങ് നിർത്തിക്കൊന്ന്. ആലേ പാടിയാൽ മതി. ലാസ്റ്റ് പാടിയതേ അല്ലേ? ആലേ അതന്നെ പാടിയാലും മതി. ലാസ്റ്റ് ജനനീ സിദ്ധൻ മാർമൃതൻ ഓർമ്മയെ ബഹുമാനി പോലെ ഒരുമിച്ച് അങ്ങനെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇച്ചിരി ശ്രുതി അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ ഹാർമോണിയൊക്കെ പാടുമ്പോൾ യോജിക്കാത്ത പോലെ ഇച്ചിരി ഷാർപ്പൊക്കെ ആയിട്ട് പോകുന്നു പലയിടത്തും പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫാദർ. മെറിൻ? സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് ക്വയർ നല്ല പെർഫോമൻസ് ആയിരുന്നു. അച്ഛൻ ഓൾറെഡി ബെറ്റർ ചെയ്യാനുള്ള ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അച്ഛൻ പറഞ്ഞു. എനിക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം സിറിയൻ പാടി പിന്നെ മലയാളം പാടി. ഇതേ ഫോർമാറ്റിൽ തന്നെയാണോ നിങ്ങളുടെ കുർബാനയിലും ശുശ്രൂഷകളിലും പാടാറുള്ളത്? ഇങ്ങനെ 4 ലൈൻസ് അല്ല, ഒന്നല്ലെങ്കിൽ സുറിയാനി അല്ലെങ്കിൽ മലയാളം. ഇങ്ങനെ മിക്സ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ചിലപ്പോൾ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഇപ്പോൾ സുറിയാനി ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ, അപ്പോൾ അവർക്ക് അതിൻ്റെ മീനിങ് കൂടി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. എന്തായാലും നല്ലൊരു ആശയം, നല്ലൊരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് നല്ല ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു നിങ്ങളെ കേൾക്കാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫാമിലിയിലത്തെ തന്നെ 7 പേരെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു ഗ്രൂപ്പിൽ? നമ്മൾ എത്ര പേരുണ്ട് ഗ്രൂപ്പിൽ? അതെ, 15 പേരോ ഫാമിലിയിലുള്ളവരാണ് ഈ കാണുന്ന കുറേ പേര്. 13 പേരിൽ എത്ര പേര് ചേട്ടൻ്റെ ഫാമിലി ഉണ്ട്? കൈപ്പൊക്കിക്കോളൂ. ബിജുചേട്ടൻ്റെ ഫാമിലിയിൽ നിന്നാ കൂടുതലും മെമ്പേഴ്സ്. അത് നേരത്തെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു തന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ചേച്ചി, മക്കള് 2 പേര് ബാക്ക്. ഓക്കെ, 2 മക്കളല്ലേ. പിന്നെ ചേട്ടത്തിയും മോളും. ഓക്കെ. മോനത്തില്ല പഠിക്കണേ? മോൻ 11th. അവനോട് നേരത്തെ ചോദിക്കാൻ മറന്നു ഞാൻ. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യം ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. ഓക്കെ, അത്രയൊക്കെ പറയാനുള്ളൂ. എന്താണെങ്കിലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാഷേ? നന്നായിട്ട് പാടി. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് ഇന്ത്യൻ ശൈലിയിലാണ് നിങ്ങൾ പാടിയത്. പക്ഷേ ഇത് സുറിയാനി പാട്ടാണെങ്കിൽ ഒരു അറബിക് സ്റ്റൈലായിരിക്കും അതിൻ്റെ സ്വരവിന്യാസങ്ങൾ. അത് പറഞ്ഞു തരാൻ നമുക്ക് ആരുമില്ല. അതുകൊണ്ട് ഈ ട്യൂൺ ഇപ്പോൾ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അങ്കിത്ത് എന്ന് പറഞ്ഞൊരു ചെമ്മാച്ചനാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ട്യൂൺ പറഞ്ഞ് പഠിപ്പിച്ചതാരാ? അത് സഭയുടെ ട്യൂണാണ്, അങ്ങനെയാണ് ഇറക്കിയിരിക്കുന്നത്. അല്ല, അതെവിടെ കേട്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ആരാ ഈ ട്യൂൺ? ഈ ചെമ്മാശൻ പാടി തന്നെയാണ് കേട്ടിരിക്കുന്നത്. ചെമ്മാശൻ പാടിയത് നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് പാടി തന്നു? ഇല്ല. ആണോ? അല്ലല്ല, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത്? റെക്കോർഡിങ് കേട്ടു. അതെ, ഷമ്മാശൻ പാടിയത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിത്ത് അക്കമ്പനിമെൻറ്റ് ലൈക്ക് ദിസ്, ഗിറ്റാറും അതും ഇതൊക്കെ ഇട്ട് പാടിയിരിക്കുകയാണോ? അതെ. അത് നിങ്ങൾ കേട്ട് നിങ്ങളത് പഠിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, സുറിയാനി പാട്ടെന്ന് പറയുമ്പോഴേ, മലയാളം പാട്ടെന്ന് പറയുമ്പോൾ മലയാളം ശൈലിയിൽ പാടും, ഇംഗ്ലീഷ് പാട്ടെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ശൈലിയിൽ പാടും, ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ഹിന്ദി ഉറുദു സ്റ്റൈൽ വേറെ സ്റ്റൈൽ എന്ന് പറഞ്ഞ പോലെ സുറിയാനി പാട്ടിന് അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അറബിക്
language. The music is not from India. Music from അറേബ്യൻ കൾച്ചറിലുള്ളതാണ്. അപ്പോൾ ആ ശൈലിയിലേക്ക് നിങ്ങൾ പോയാൽ ഇത് യഥാർത്ഥത്തിലൊരു സുറിയാനി പാട്ടാവുള്ളൂ. അപ്പോൾ എനിക്കറിഞ്ഞൂടാ അതെങ്ങനെ കിട്ടുമെന്ന്, എവിടെ നിന്ന് കിട്ടുമെന്ന്. പക്ഷേ ഇൻ്റർനെറ്റിൽ പോയാലും നിങ്ങൾക്ക് കുറച്ച് കേൾക്കാൻ പറ്റും അവരെങ്ങനെയാണ് പാടുന്നതെന്ന്. ഈ പാട്ടൊക്കെ തന്നെ ഒരു പക്ഷേ വേറെ നാടുകളിൽ ഉണ്ടായിരിക്കാം. യുനോ സം അറബിക് കൺട്രീസിൽ ഉള്ള ക്രിസ്ത്യൻസ് ഗ്രൂപ്പ്സ് പാടുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതായിരിക്കും. അപ്പോൾ അതെനിക്കൊരു ഡൗട്ട്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ് സൗണ്ട്സ് വെരി മച്ച് ലൈക്ക് എൻ ഇന്ത്യൻ സോങ് ആൻഡ് അതിൻ്റെ മുഖത്ത് നമ്മളൊരു വെസ്റ്റേൺ ഹാർമണിയും കൂടി കുത്തിക്കയറ്റിയപ്പോൾ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് വൺ ഓഫ് അവർ റെഗുലർ ചേർച്ച് സോങ്സ്. അപ്പോൾ ഇത് സുറിയാനി എന്നുള്ള വാക്ക് പ്രയോഗത്തിൽ മാത്രമേ അല്ല അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണേ. സുറിയാനി പാട്ട് എങ്ങനെയാണ് പാടേണ്ടതെന്ന്. നമ്മളെ ഇവിടെ 2000 കൊല്ലത്തെ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പാടി ഇപ്പോൾ അത് ഇന്ത്യനായി പോയിട്ടുണ്ട്. സ്റ്റിൽ വി ക്യാൻ ഗെറ്റ് ബാക്ക് ടു ദി സോഴ്സ് ആൻഡ് കറക്റ്റ് അവർ സെൽസ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. എന്തായാലും നമുക്ക് ഇനി മാർക്കിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും സന്തോഷമുണ്ടല്ലോ, കുഴപ്പമില്ല അല്ലേ? മെറിൻ 9 മാർക്സ്. അച്ഛാ 8.5 മാർക്സ്. മാഷെ 7.5 മാർക്സ്. 25 മാർക്സ് 30 ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ബേച്ചേട്ടാ. ഒരുപാട് സന്തോഷം. നിങ്ങൾ എപ്പോഴും വരുമ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് എപ്പോഴും വരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാട്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ. ഇതിനേക്കാളും മെച്ചപ്പെട്ട ഗാനങ്ങളുമായിട്ട് ഇനിയും വരണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകനേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ് തന്നതല്ലേ. തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും ഇന്ന് കണ്ടതും ആസ്വദിച്ചതും. ഇതുപോലത്തെ നല്ല നല്ല എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കാം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ബൈ. എത്ര ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാക്ടീസ് ചെയ്തു? ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 1 മാസമായി വന്നിച്ച് യേശുവേ സർവേശ്വരൂപേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്തകാതലേ ശൂന്യൻ മാനസം നീ നിറയ്ക്കൂ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട കൊർണേലിയൂസ് ഇലഞ്ഞിക്കൽ പിതാവിൻ്റെ വരികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ഇതിൽ ചേഞ്ചിൽ വന്നാണ്. ഓ, അങ്ങനെ ഒരു ചേഞ്ചില് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവർ രണ്ടുപേരും നിങ്ങളെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു. അത് നിങ്ങളുടെ എന്തൊക്കെയോ കാരണമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഞാനൊരു അപരിചിതനാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനു മുമ്പുള്ള റൗണ്ടുകളിൽ പറഞ്ഞ പോലെ തന്നെ പാട്ടിൻ്റെ അർത്ഥം, വരികൾ, ഇതൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി നോക്കിയായിരുന്നു. ആരാധന ആരാധന ആത്മനാഥനേശുവേ. കല്ലാനിക്കലിൽ ഇത്രയും പാട്ടുകാരുണ്ടല്ലോ. കൊടകല്ലശന് അകലക്ഷൻ മാറി അറിയോ? ഇപ്പോൾ ഫാദർ സോട്ടർ പെരിങ്ങാരിപ്പള്ളിയിൽ അറിയാം. അതെ സാർ.